ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓളിനെല്ലാം കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ ലാവയാണ്. അതിനായിട്ട് കുറച്ച് ചിക്കൻ വേണം. നമുക്കത് ബ്രസ്റ്റ് പാർട്ടാണ് എടുത്തേക്കുന്നത്. എല്ലാത്ത ചിക്കനാണ് നമുക്ക് ആവശ്യം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. സോയാ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് പിന്നെ വേറെ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്കവിടെ വെക്കാം. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ടി കുറച്ച് മക്രോണി നമുക്ക് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയം നമുക്ക് ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചിക്കൻ എടുക്കാം. ഈ സമയം മക്രോണിയും ആയിട്ടുണ്ടാവും. അതൊന്ന് എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ അത് നന്നായിട്ട് മുറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയാലും മതി. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സോസാണ്. ആ വൈറ്റ് സോസ് 2 ടേബിൾ സ്പൂൺ വേണം. നമ്മൾ ഇന്നലെ വൈറ്റ് സോസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. ഐ ബട്ടണിൽ അത് ഇട്ടേക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. അതും നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അതിൻ്റെയും ലിങ്ക് ഐ ബട്ടണിൽ ഇട്ടേക്കാം. ശരിക്കും നമുക്ക് ഇതിന് വേണ്ടത് സ്വീറ്റ് ചില്ലി സോസാണ്. നമ്മുടെ കയ്യിൽ അതില്ല. എല്ലാവരുടെ അടുത്തും അത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിന് പകരം ടൊമാറ്റോ സോസിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വീറ്റ് ചില്ലി സോസായി. ഇനി നമുക്ക് വേണ്ടത് മയോനൈസാണ്. അതും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഷവർമയുടെ വീഡിയോയിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഇനി അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒരു ലൂസായിട്ടുള്ള സോസായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം എടുക്കാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗൾ തന്നെയാണ് അതിനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ്, അതിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെയും ലിങ്ക് ഐ ബട്ടണിൽ ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിലും. കുറച്ചുകൂടി സോസ് അതിൻ്റെ പുറമെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ ചിക്കനാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി വേണം. അതും ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ അറേഞ്ച് ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്ക് സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കാം. അതിൻ്റെ പുറമെ കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 പിടി മക്രോണിയാണ്. ഇതൊരു അറബിക് ഡിഷാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വീണ്ടും സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ക്യാപ്സിക്കം വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. മഞ്ഞ, ചുമപ്പ്. എനിക്കിപ്പോൾ പച്ച കിട്ടിയോണ്ടാണ് ഞാൻ പച്ച ഇട്ട് കൊടുത്തതാണ്. കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മീതെ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലിടേണ്ട മോസറല്ല ചീസാണ്. അത് നമ്മുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യൂബ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ 1/2 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. കുറച്ചുകൂടി കഴിയുമ്പോൾ വീണ്ടും 1 സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ പിരിച്ച പാല് നല്ല പച്ച കളറായി വരും ആ വെള്ളത്തിന്. അപ്പോൾ നമ്മളത് ഊറ്റിയിട്ട് ഒരു തുണിയിൽ കെട്ടിയിട്ട് അത് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക്, വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം നമുക്ക്. നമ്മൾ ഇനി വെച്ച് കൊടുക്കുന്നത് ചീസ് സ്ലൈസാണ്. സാൻഡ്വിച്ചിൻ്റെയൊക്കെ ഉള്ളിൽ വെക്കണ ആ സ്ലൈസ്. ഇപ്പം എനിക്ക് വെള്ളയാണ് കിട്ടിയേക്കണത്. ഒരു മഞ്ഞ കളറിൽ കിട്ടണതാണ് ശരിക്കും വേണ്ടത്. ചെഡാർ ചീസ് എന്ന് പറയണതാണ് വേണ്ടത്. ഇപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് ഞാൻ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചീസ് മെൽറ്റ് ആവണതാണ് ഇതിൻ്റെ പാകം. ഇതിൻ്റെ മുകളിൽ ചീറ്റോസാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്, ഗാർണിഷ് ചെയ്യാനായിട്ട്. ഞാൻ ഇട്ട് കൊടുക്കുന്നത്
ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തേക്കണത്. ഇവിടെ ചീറ്റോസ് അങ്ങനെ വാങ്ങാറില്ല പിള്ളേർക്ക് വേണ്ടി. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. ഇതെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.